എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ പുട്ടും പഴവുമായിരുന്നു. അത് ഫ്ലോപ്പായിപ്പോയി. കാരണം ഇത്തിരി റവയിൽ വെള്ളം കൂടുതലാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, റവയുടെ അകത്ത് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് പുട്ടുണ്ടാക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് വെള്ളത്തിൽ കൂടുതൽ ഒഴിച്ചതാണ്. പക്ഷെ അത് വല്ലാതെ കൂടിപ്പോയി. അപ്പോൾ അരിപ്പൊടി ഇട്ടിട്ടും എൻ്റെ കയ്യിലുള്ള അരിപ്പൊടിയെല്ലാം തീർന്നിട്ട് പോലും സംഭവം കറക്റ്റായിട്ട് വന്നില്ല. എങ്കിലും പപ്പ കുഴപ്പമൊന്നും പറയാതെ കഴിച്ചേട്ടാ. അപ്പോൾ പുട്ടും പഴമായിരുന്നു രാവിലെ. ഇന്നൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, വെറുതെ ഇട്ടൊരു പൊട്ട ഷോർട്ട് വീഡിയോ ആണ്. കാരണം നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഷോർട്ട് വീഡിയോ ചെയ്യാതെ ആയപ്പോഴത്തേക്കും നമ്മളുടെ വ്യൂസ് എല്ലാം കുത്തനെ ഇങ്ങോട്ട് താഴേക്ക് പോയി. എന്നാൽ പിന്നെ എനിക്ക് വീഡിയോ എടുത്ത് ഇടാനായിട്ടാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചൊരു സാഹചര്യങ്ങൾ കിട്ടണില്ല. അപ്പോൾ ഇന്നലെ വെറുതെ ഇങ്ങനെ ആ ഒരു ഇതിൽ എടുത്തത് മാത്രമേ, എനിക്ക് ഒന്നാമത് അങ്ങനെ വീഡിയോ എടുക്കാൻ പോലും ക്യാമറ വെക്കാൻ പോലും അറിയില്ല ഈ ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇട്ടൊരു വീഡിയോ ഉണ്ട്, അല്ലാതെ വീഡിയോ മഹത്വം ഉണ്ടായിട്ട് ഇട്ടതൊന്നുമല്ല, പൊട്ട വീഡിയോ ആണ്. എങ്കിലും വ്യൂസ് കുറച്ചെങ്കിലും ഒന്ന് കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ക്യാമറയൊക്കെ വെക്കാൻ പഠിച്ചിട്ട് നമുക്ക് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാം എന്ന് വിചാരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഏതായാലും രാവിലെ ഞാനില്ലേ തുണികൾ, കഴിഞ്ഞ ദിവസം കുറേ തുണികൾ അലമാരിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടാകുന്നെന്ന് പറഞ്ഞല്ല. അപ്പോൾ ആ തുണികളെല്ലാം കൂടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏതെങ്കിലുമൊക്കെ അലമാരിയിലാക്കി, സ്ഥലമുള്ള അലമാരിയിൽ നോക്കിയിട്ടൊക്കെ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ മുകളിലേക്ക് കയറിയത്. പണിക്കാർ ഇന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ട് അസ്വസ്ഥതയായിട്ടിരിക്കുന്നതാണ്. കോൺട്രാക്ടർ ആണെന്നുണ്ടെങ്കിലും പെയിൻറ്റിങ് ചെയ്യുന്ന അച്ചു ആണെന്നുണ്ടെങ്കിലും പുള്ളിയും വളരെയധികം അസ്വസ്ഥനാണ്. കാരണം പണിക്കാർ വന്നില്ലെങ്കിൽ പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റൂല. എന്താണ് റൂബി, കുഞ്ഞു പൂത്തരം വീഴ്ചാ? എവിടെയാണ് എവിടെയാണ് എവിടെ എവിടെ എവിടെയാണ് സ്ഥലം കാണിച്ചാ? എവിടെയാണ്? ഇവിടെ ഇവിടെ എവിടെ? കണ്ടില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ആടാതെ ഇവിടെ പൂത്തിട്ട് മനുഷ്യനെ വെച്ച് മമ്മി വെള്ളം ഇവിടെ ഓട്ട നിൽക്കണേ. പിന്നെ അത് നോക്കിയൊരു നിപ്പാണ് ഇവിടെ. വാ വാ. അപ്പോൾ റൂബി കുഞ്ഞാണെന്നുണ്ടെങ്കിൽ മുകളിലേക്കൊന്നും ഇപ്പോൾ കയറാനേ പറ്റണില്ല. ആകെ പൊടിയായിട്ടൊക്കെ കിടക്കണോണ്ട് റൂബി കുഞ്ഞിനെ അങ്ങനെ കയറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ എടുത്ത് പൊക്കി മുകളിൽ കൊണ്ടുവന്ന് വെച്ചതാണ് ഞാൻ കയറിയപ്പോൾ. കാരണം ഞാൻ കയറി കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ച് വരുവുള്ളൂ. അതുകൊണ്ട് പിന്നെ അവൾ താഴെ ഇരുന്ന് വിഷമിക്കണ്ടല്ല എന്ന് വിചാരിച്ച് മുകളിൽ കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പോൾ ആ കുളിമുറിലൊക്കെ പോയി മൂത്രമൊക്കെ ഒഴിച്ച്, അതൊക്കെ അവളുടെ ഒരു സ്വഭാവമാണ്. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് കുറേ ഒച്ച ഓളിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് അവളുടെ ആ ഒരു സന്തോഷം. അതാണ്. അപ്പോൾ അതെല്ലാം അനുവദിച്ചൊക്കെ കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് താഴെ വന്ന് തുണി പിന്നെ വിരിക്കാൻ ഉണ്ടായത്. അപ്പോൾ തുണി വിരിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കൊട്ട എടുത്തിട്ട് വരണം താഴത്തേക്ക്. അതിനാണ് വേഗം തന്നെ തുണികൾ മാറ്റാൻ വേണ്ടി ഞാൻ വന്നത് കേട്ടോ. അങ്ങനെ അതൊക്കെ എല്ലാം വെക്കേണ്ട സ്ഥലത്തൊക്കെ വെച്ച് അത് കഴിഞ്ഞ് അവിടെ എങ്ങനെയൊക്കെയാണ് കിടക്കണതെന്നൊക്കെ ഒന്ന് കാണിച്ചതാണ്. ആകെ ഇലങ്കോലിട്ട് കിടക്കണേ. ഇനി പപ്പക്ക് ഒരുപാട് പണിയാണ് കേട്ടോ. ഇത് ജനലുകളെല്ലാം പിടിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പണിക്കാർ പോയി കഴിയുമ്പോൾ പപ്പക്ക് ഒരുപാട് പണിയാണ് കേട്ടോ. എനിക്ക് വേണ്ട പണി, നമ്മൾക്ക് പിന്നെ സ്ഥിരം പണിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഇനി അത് പണിക്കാർ വന്നത് പിടിപ്പിക്കണം. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചേ, ഇന്ന് ഇപ്പോൾ കുറേ നാളായിട്ടൊക്കെ ഇങ്ങനെ മീനൊന്നും ഇല്ല അധികം. ആകെ ചാളയിലൊക്കെ തന്നെ ഇവിടെ വരണം, അതുകൊണ്ട് ഞാൻ മേടിക്കാറുമില്ല. അപ്പോൾ ഇത്തിരി ബീഫ് ഇരിക്കുന്നുണ്ട്. ആ ബീഫ് എടുത്തിട്ടില്ലേ കറി വെക്കാം, പക്ഷെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ഉരുളക്കിഴങ്ങ് കറി ബീഫിട്ട് വെക്കാമെന്ന് വിചാരിച്ചല്ല, അത് നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ചോറുണ്ട്, ഒരു 3 ആൾക്ക് കഴിക്കാനുള്ള ചോറുണ്ട്. പക്ഷെ അത് നമ്മൾ ഉച്ചക്ക് കഴിച്ച് കഴിയുമ്പോൾ തീരും, രാത്രി ചോറും വെക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച് ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ നമുക്ക് മാവ് കുഴക്കാനൊക്കെ ഈ അഗാരോയുടെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വന്നതിന് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ഇട്ടേക്കുന്നത്. ഇത്
അര കിലോയിൽ കൂടുതൽ പൊടി ഇട്ടിട്ടുണ്ട്. അഞ്ച് കപ്പ് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അര കിലോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കുഴച്ച് വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത്തിരി കൂടുതലായി പോയി ഇട്ടത്, എങ്കിലും അത് കുഴച്ച് തന്നിട്ടാ പാവം. എനിക്ക് തന്നെ സങ്കടം വന്നു, എടുത്താൽ പോകാത്ത പണി ഞാൻ കൊടുത്തല്ല എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഏതായാലും അതിനകത്തേക്കുള്ള ആ ഒരു വെള്ളവും ഉപ്പിൻ്റെ കണക്കൊക്കെ കറക്റ്റായിട്ട് നമുക്ക് 1-2 തവണ നമ്മൾ കൈവച്ച് കുഴക്കുന്നൊരു കണക്കറിയാമെങ്കിൽ ഇതിനകത്തേക്ക് അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇട്ടിട്ട് ആദ്യം നമ്മൾ ഒരു സ്പീഡിലിട്ടിട്ട് പിന്നെ ഇത്തിരി കഴിയുമ്പോൾ 2-3 സ്പീഡ് വരെ ഇടാം. ഈ ഡോ കുഴക്കുന്നതിന് 3 സ്പീഡ് വരെ ആക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബ്ലേഡെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഏറ്റവും അവസാനം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരിത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് ഇത്തിരി കൂടി സ്മൂത്തായിട്ട് അങ്ങോട്ട് കുഴച്ച് വരും. വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെയും ഇടാം, എങ്കിലും ഞാനങ്ങനെ ഇടാറില്ല. എണ്ണ തീരാറാകുമ്പോൾ, ഇത് കുഴച്ച് തീരാറാകുമ്പോഴാണ് എണ്ണ. ഇപ്പോൾ ഇത് ഓവറായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ മോൾ വശത്തൊക്കെ ഒന്ന് മുട്ടുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കൈ നനയാതെ ബുദ്ധിമുട്ടാതെ ഇത് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇത് ഊരിയിട്ട് മാത്രമാണ് നമുക്കിത് പുറത്തേക്ക് എടുക്കാൻ പറ്റുക, അല്ലാതെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതങ്ങനെ ഊരി ആ ബൗളിൻ്റെ അകത്ത് തന്നെ ഇട്ടതിന് ശേഷം ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്കത് മാറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. നമ്മളുടെ മാവുകൾ ഡോ എല്ലാം നമ്മൾ കുഴച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ബൗളിൽ തന്നെ അങ്ങോട്ട് മൂടി വെക്കാം. നല്ല സൗകര്യമുള്ളൊരു ബൗളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇത് ബെല്ലാണെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് കാണിക്കണേ സ്വപ്ന, ഇത് എനിക്ക് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പേഴ്സണലായിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൈക്ക് വേദനയാണ്, അപ്പോൾ ഈ ചപ്പാത്തി കുഴക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കൈക്ക് വേദനയുള്ളവർക്കൊക്കെ ചപ്പാത്തി കൊടുക്കാനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വിപ്പിംഗ് ക്രീമും കേക്ക് ബാറ്ററും മുട്ട അടിച്ച് പതപ്പിക്കാനൊക്കെ ഇത് സൂപ്പറാണ്. അതിനുള്ള വിസ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും ഞാനിപ്പോൾ കൂടുതലായിട്ട് ചപ്പാത്തിയുടെ കാര്യങ്ങളാണ് ചെയ്യണം, കാരണം നമ്മൾ കേക്കൊന്നും എപ്പോഴും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ചപ്പാത്തി കുഴക്കാനൊക്കെയാണ് ഞാൻ സാധാരണ ഇത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൈ പൊള്ളാതെ നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഒന്ന് കയ്യിൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കൂലേ, ആ ഇളക്കിയത് കൊട്ടി ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഇതിനകത്ത് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത ദിവസം ഞാനത് കാണിക്കാം കേട്ടോ. കാരണം അത് ഈ പത്തിരി ഉണ്ടാക്കുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ്. ഇപ്പോൾ മുസ്ലിംസിൻ്റെ വീടുകളിൽ പത്തിരി ആയിരിക്കും കൂടുതൽ ഉണ്ടാക്കുക. അപ്പോൾ ഈ തിളച്ച ഇത് കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് കയ്യിൽ പൊള്ളാതെ ഇതിനകത്ത് ശരിക്ക് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ സാവധാനം, ഞാനിതുവരെ പത്തിരി ഇങ്ങനെ ഉണ്ടാക്കി ശരിയാറില്ല. അപ്പോൾ ഇത് ഉള്ളതുകൊണ്ട് നമുക്കൊന്ന് പത്തിരി ട്രൈ ചെയ്യാമെന്ന് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലേ AC-യുടെ നമ്മൾ 2 പഴയ AC ഉണ്ടല്ലോ, ആ 2 AC-യും ഒന്ന് സർവീസ് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഔട്ടർ യൂണിറ്റ് ഒക്കെ ഒന്ന് പെയിൻ്റൊക്കെ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. AC-യുടെ പണിക്കാർ അന്ന് വന്നിട്ട് എല്ലാം ഹോള് ഇട്ടൊക്കെ പോയല്ലോ. വേറെ മുറിയിൽ AC വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോളൊക്കെ റെഡിയാക്കി ആ സമയത്ത് അവരുടെ അടുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്ക്വാഷ് എടുത്തത്. പക്ഷെ അവർ കഴിച്ചില്ല, അവർ നോമ്പുള്ളവരാണ്, മുസ്ലിം ആയിരുന്നു, അതുകൊണ്ട് നോമ്പെടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ്. അങ്ങനെ അവർ രാവിലെ തന്നെ വന്നിട്ടാണ്. മറ്റേ നമ്മളുടെ ജനലിൻ്റെ പണിക്കാർ ജനൽ പിടിപ്പിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മറ്റേ പണിക്കാർ AC-യുടെ അവരിന്ന് വരുമെന്ന് പറഞ്ഞത് അവർ രാവിലെ തന്നെ വന്നിട്ട് വൈകുന്നേരം ഉച്ചയായപ്പോഴത്തേക്കും പോയിട്ട് പിന്നെ റെസ്റ്റ് ചെയ്തിട്ട്, അവർ ഭക്ഷണം കഴിക്കാൻ പാടില്ല എങ്കിലും അവരൊന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് വന്നത്. അങ്ങനെ ബാക്കി പണിയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5:30 മണിയോട് കൂടിയിട്ട് അവരെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ആ ഒരു പണിക്കാർ വന്ന് അവരുടെ പണി തീർത്തിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ 2 AC-കൾ നമ്മൾ റിച്ചാർഡ് കിടക്കുന്ന മുറിയിൽ നിന്നുള്ള AC പപ്പ കിടക്കുന്ന മുറിയിലേക്കും പിന്നെ മറ്റേ ചെറിയ പപ്പ കിടന്നേച്ച മുറിയിലെ ചെറിയ AC നമ്മുടെ മോൾക്ക് പഠിക്കാനല്ല ജോലി ചെയ്യാനുള്ള റൂമിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഇത് ബീഫ് കറിയല്ലേ വെക്കണത്. അപ്പോൾ ഞാൻ ഇത് ചപ്പാത്തിയുടെ മാവ് അങ്ങോട്ട് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ ബീഫ് കറിക്ക് വേണ്ടിയിട്ടുള്ള, അപ്പോൾ ബീഫ് എടുത്തിട്ട് വെള്ളത്തിൽ തണുപ്പ് മാറ്റാൻ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പെട്ടെന്നാണ് അങ്ങനെ ചിന്തിച്ചേട്ടൻ. ഞാൻ പറഞ്ഞു മീനും കറിയും ചോറും വെക്കണം, മീൻ മേടിക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു മീൻ മേടിക്കണ്ട, വേറെ എന്തെങ്കിലും ഉണ്ടാകുന്ന വെച്ചപ്പോൾ ആ ബീഫാന്ന് പിന്നെ അത് വെച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോപ്പ് ചെയ്യാനൊക്കെ റൈന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ
റയൻ വന്ന് നിന്നിട്ട് ചോപ്പ് ചെയ്ത് തന്നെയാണ്. ഒട്ടും പണ്ട് റയൻ എന്തോരം വലിച്ചാണ് ചെയ്യണത്. അപ്പോൾ ഇത് മേടിക്കുന്ന ആളുകൾ ഇതിൻ്റെ വലുതെടുക്കണതാണ് നല്ലത്. കാരണം ഇത് ഭയങ്കര ചെറുതാണ്. എങ്കിൽ തന്നെയും നമുക്ക് വീട്ടിൽ അത്യാവശ്യം അംഗങ്ങൾ കുറവുള്ള വീട്ടിൽ ഇത് തന്നെ ധാരാളം കേട്ടോ. ഇപ്പം എനിക്കിത് തന്നെ ഓക്കെയാണ്. പിന്നെ വലുതുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ചുകൂടി എളുപ്പം ആകും, അത്രയേ ഉള്ളൂ. ഇത് വലിയ കുഴപ്പമില്ല, 2 പ്രാവശ്യം ഇട്ടിടണമെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആദ്യം സവാളയൊക്കെ ഒന്ന് 2 പ്രാവശ്യം തെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെറുതെ ഭയങ്കരമായിട്ട് പൊടി പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുന്ന പറഞ്ഞാൽ ഞാനങ്ങനെ വേഗം നിർത്തിക്കണതാണ്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മാക്സിമം പൊടിഞ്ഞ് പോന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അവൻ നെക്കി പിടിച്ച് 2 തവണ. അങ്ങനെ നെക്കി പിടിച്ചാലൊക്കെ ഇത് ഭയങ്കര തരി പോലെ ആയിപ്പോവും പെട്ടെന്ന്. അപ്പോൾ സവാള എനിക്ക് തരി പോലെ ആകണത് ഇഷ്ടമല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിർത്തും, പൾസ് ചെയ്ത് നിർത്തിക്കും. 2 പൾസ് കൊടുത്തിട്ട് നിർത്തും കേട്ടോ. അപ്പോൾ തന്നെ ഇത് ഈ ഒരു തരത്തിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ പരസ്യം ഞാൻ പണ്ട് ഇങ്ങനെ ഈ ചൈനക്കാരാ എന്തോ ഇങ്ങനെ അവരാണ് കാണിക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ച് തട്ടിപ്പായിരിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ സംഭവം നമ്മളുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കുമാണ് മനസ്സിലായത് ഇതിങ്ങനെ തന്നെ ശരിയാണ് എന്നുള്ളത്. ഞാനത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ മേടിച്ചിട്ട് കാര്യമില്ല, ഇത് ഇവർ കാണിക്കുമ്പോഴേ ആകുള്ളൂ, നമ്മൾ കാണിക്കുമ്പോൾ ആകൂല എന്ന് ഞാൻ വിചാരിച്ച്. സാധാരണ കറണ്ടിൽ കുത്തിയിട്ട് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓക്കെ, അത് നമുക്കറിയാം, അത് നല്ലതാണ്. പക്ഷേ ഇത് റീചാർജ് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമല്ലേ, അപ്പോൾ അത് ശരിയാകുമോ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ അത് ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് തന്നെ അങ്ങോട്ട് കുക്കറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ബീഫിൻ്റെ മസാലകൾ, മല്ലിപ്പൊടി, മുളക് പൊടിയും ഗരം മസാല അങ്ങനെയുള്ള സാധനങ്ങൾ, ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി, അങ്ങനത്തെ എല്ലാം എടുത്ത് ഒന്ന് വഴറ്റി എന്നിട്ട് ബീഫൊക്കെ ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് തന്നെയാണ് വെച്ചത്. കാരണം എനിക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടിട്ട് വേവിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വേണം. അല്ലെന്നുണ്ടെങ്കിൽ അധികം വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളത്തിൽ കിടക്കും. അപ്പോൾ നമുക്ക് ചാറ് വേണം. അതുകൊണ്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ടാണ്. പിന്നെ ഇനി ഉരുളക്കിഴങ്ങൊന്ന് പീൽ ചെയ്തെടുക്കണം. അത് ഇതിനകത്തേക്ക് ഇട്ടിട്ട് വേവിച്ചാൽ മാത്രം മതി. ഇനിയൊരു താളിക്കൽ കാര്യങ്ങളില്ല. അപ്പോൾ ഞാൻ റയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റയന് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത് തരുമോ, കാരണം അത്രയും ചൂടാണ്, ചൂടെടുത്തിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് നമ്മൾ കിച്ചൺ പൂട്ടിയിട്ടിട്ടാണ് നിൽക്കുന്നത്. പണിക്കാരുള്ള അവർ മുസ്ലിമാണ്. അപ്പോൾ നമ്മളുടെ റൂബിനെ കാണാൻ പോലും എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. റൂബിനെ അങ്ങനെ തൊടാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ പൂട്ടിയിട്ടിട്ട് നിൽക്കണോണ്ട് തന്നെ കാറ്റൊന്നും കയറാതെ ഞാനും റയനും ഭയങ്കര ചൂടാണ്. അപ്പോൾ അവർ താഴേക്ക് ഇറങ്ങി ഇടയ്ക്ക് വരും. അപ്പോഴേക്കും റൂബി ചാടി ചെല്ലൂലേ. അതുകൊണ്ട് ഞാൻ കിച്ചണിലിട്ട് പൂട്ടിയേക്കണായിരുന്നു. ഇതൊക്കെയാണ് അവസ്ഥ. ഇവിടെ ഒരു ആരെങ്കിലും ഗസ്റ്റ് വന്നാലും പണിക്കാരെ നിർത്തിയാലും ഒക്കെയുള്ള അവസ്ഥ ഇതാണ്. റൂബിനെ സംരക്ഷിച്ച് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മുടെ റൂബി കുഞ്ഞിനെ ഒന്ന് പുറത്തേക്ക് മൂത്രമൊഴിപ്പിക്കാൻ ഇറക്കിയതാണ്. ആ സമയത്ത് റൂബി ആ ഒരു AC-യുടെ പുറത്ത് വെക്കുന്ന ആ യൂണിറ്റ് ഉണ്ടല്ലോ, അത് മണത്ത് നോക്കണേണ്. കാരണം അത് പണിക്കാർ കൊണ്ടുപോയി അവിടുത്തെ സ്മെല്ലൊക്കെ ആയിട്ട് വന്നേക്കണേണല്ലോ. അപ്പോൾ അതാണ് ഈ മണത്ത് നോക്കണത് കേട്ടോ. പിന്നെ അമ്മടുത്ത് എന്തെങ്കിലും ബോംബുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോണല്ല. കൊച്ച് ഇൻസ്പെക്ട് ചെയ്യണേണ്. ഇത് ശരിയായ സാധനമാണെങ്കിൽ കൊച്ചു കൊരക്കും. ശരിയായ സാധനം കൊരക്കും. ഇപ്പൊ കൊരച്ചില്ലല്ലോ, ശരിയായ സാധനം. അതിന്റെ പൊക്കത്ത് എവിടെ അത് പൂവ്. വാ ചപ്പാത്തി ഉണ്ടാക്കാം. സ്പീഡ് കൂടാണ് ക്യാമറക്ക്. ക്യാമറ ഒന്ന് തുടക്കാറുണ്ട് എനിക്ക്. അപ്പോൾ റയനാണെങ്കിൽ റൂബിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഇവള് ഇത് മണത്ത് ഇൻസ്പെക്ട് ചെയ്തിട്ട് എന്ത് കാണിക്കാനാണെന്നൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. അവൻ ഭയങ്കര കളിയാക്കലാണ് റൂബിനെ കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് വിറച്ച് നിന്നാണ് മണക്കണത് തന്നെ പേടിച്ചിട്ട്. ഇനി അതിനകത്ത് നിന്ന് എന്തെങ്കിലും പൊട്ടി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് അവൾക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കുറച്ച് നേരം അവളെ അതൊക്കെ നോക്കി. പിന്നെ ഞങ്ങൾ വന്ന് ചപ്പാത്തിയുടെ പരിപാടിയിലേക്ക് കിടന്നിട്ട് ആ ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യാട്ടാ. അപ്പം ഞാൻ പറയുമായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കേണ്ടിയില്ലായിരുന്നു ഈ ഉച്ച സമയത്ത്, അത്രയും ചൂടായിപ്പോയി.
പിന്നെ ചോറാണെന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് അങ്ങോട്ട് പോകാമല്ല, വേറെ കുഴപ്പങ്ങളില്ല. എങ്കിലും ചപ്പാത്തി കുറച്ചധികം ദിവസമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എനിക്കപ്പോൾ ചപ്പാത്തി കഴിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. എങ്കിലും നമ്മുടെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് എന്ത് തന്നെ ആയാലും ബീഫ് കറി ഉള്ളതുകൊണ്ട്, ബീഫ് കറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഉരുളക്കിഴങ്ങ് കറിയെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്തുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കണത്. അപ്പോൾ റയനാണ് സാധാരണ ഉരുളക്കിഴങ്ങിട്ട കറി കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾ. പക്ഷേ ഇപ്പോൾ റയന് ഏറ്റവും ഇഷ്ടം ഉരുളക്കിഴങ്ങിട്ട കറിയാണ്. അപ്പോൾ അവൻ പറഞ്ഞ് മമ്മി കുറേയധികം ഉരുളക്കിഴങ്ങ് ഇട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഇപ്പോൾ അതിനകത്തുള്ള ഉരുളക്കിഴങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരത്തെ റയൻ റോസ്റ്റായി ഇരിക്കണത്, മിക്കവാറും റോസ്റ്റ് ചെയ്ത് ഒരുവിധം ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണത്. ഇപ്പം അത് മടുത്ത്, ഇപ്പം വേണ്ടെന്നാണ് പറയണത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കും ഇപ്പോൾ ഒരു നേരത്തേക്കുള്ള കറിയേ ഉള്ളൂ ശരിക്കും, അത് ബീഫായിട്ട് മാത്രമായിട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും എനിക്കിന്ന് ഫുള്ള് നല്ല ആവശ്യമായിട്ട് കഴിക്കുകയും ചെയ്യാം, ബാക്കി ചിലപ്പോൾ ഉണ്ടാകുകയും ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂണിറ്റ് മീറ്റിങ്ങുള്ള ദിവസമാണ്, ഞങ്ങളുടെ കുടുംബ യൂണിറ്റ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഗിൽഡ ഞങ്ങളെല്ലാവരും കൂടി പോണത് കണ്ടില്ല, അത് പള്ളിയിൽ ഞങ്ങളുടെ ഭാരവാഹികളുടെ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഭാരവാഹികളാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് നമ്മളന്ന് പള്ളിയിൽ പോയിട്ട് മീറ്റിങ്ങിന് പോയത്. ഇത് കുടുംബ യൂണിറ്റിൻ്റെ മീറ്റിംഗ്, എല്ലാ കുടുംബങ്ങളും ഞങ്ങളുടെ യൂണിറ്റിലാണ് പങ്കെടുക്കണം. അപ്പോൾ അങ്ങനെ ആ കുടുംബ യൂണിറ്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെയും വൈകുന്നേരത്തേക്ക് ഒരു പണിയും ഇട്ടേക്കാൻ പറ്റില്ല. കാരണം നമ്മളൊരു 6:30 മണിയാകും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 9 മണിയാകും തിരിച്ച് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പണികളും തീർക്കണം. വൈകുന്നേരത്തേക്ക് ഒരു പാചകത്തിനൊന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് 3 പേർക്കുള്ള ചോറല്ലേ ഉള്ളൂ, അപ്പോൾ ബാക്കി കുറച്ചധികം ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കേണ്ടവർക്കും ചോറ് കഴിക്കേണ്ടവർക്കും കഴിക്കാം, വൈകുന്നേരവും രാത്രിയും ഡിന്നറിന് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഉച്ചയ്ക്ക് പപ്പ എന്ത് തന്നെ ആയാലും ചോറ് കഴിക്കുള്ളൂ എന്ന് എനിക്കറിയാം. പിന്നെ രാത്രി ചിലപ്പോൾ ചപ്പാത്തിയും കഴിക്കും. അപ്പം ഞാൻ ഏതായാലും 1/2 കിലോയിൽ കൂടുതൽ പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്, കുറേ ചപ്പാത്തിയും ഉണ്ട്. അങ്ങനെ ചപ്പാത്തിയുടെ ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞ് വേഗം അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ റയൻ്റെ അടുത്ത് പറയും, റയനെ ഞാൻ അത്രയും ടയർഡാണ്, ചൂട് കൊണ്ടാക്കി തളർന്ന അവശതയായിട്ട് ഇരിക്കണേണ്. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ മുകളിലാണ് ആ പണിക്കാരുടെ കൂടെ, ആ പപ്പക്കും റെസ്റ്റൊന്നുമില്ല. അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ നിൽക്കുന്നത് തന്നെയും നമുക്ക് ഏറ്റവും ഒരു ടയേർഡാകുന്ന കാര്യം. നമ്മളൊരു ജോലി എടുത്ത് ഓടി നടക്കുമ്പോൾ നമുക്ക് അത്രയും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിപ്പോൾ പപ്പ അവരെ കൂടി നിൽക്കുകയും അവിടെ നോക്കിയൊക്കെ ചെയ്തങ്ങനെ നിൽക്കണം. അപ്പോൾ അങ്ങനെ പപ്പയും ടയേർഡാണ്, മുകളിൽ പപ്പയും ഭയങ്കര ചൂടായിട്ടിരിക്കണം. അപ്പോൾ ഇവർക്ക് കലക്കി വെച്ച വെള്ളമൊക്കെ പപ്പ തന്നെ കുടിച്ചിട്ടാ, കാരണം ഇനിയിപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെക്കണം. പിന്നെ എനിക്കാണെങ്കിൽ ഈ മധുരവെള്ളം ഇങ്ങനെ കുടിക്കുന്നത് ഇഷ്ടമില്ല, റയനൊട്ടും തൊടില്ല, റയനും മധുരവെള്ളമൊന്നും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ അതുമെല്ലാം പപ്പ തന്നെ ഇടക്ക് വന്ന് കുടിക്കാനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അവർ പണി കഴിഞ്ഞിട്ട് അവർ റെസ്റ്റ് ചെയ്യാൻ പോയേക്കണേ, ഫുഡ് കഴിക്കാനല്ല. ആ സമയത്ത് നമ്മളും കൂടി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പോൾ ദേ ഫുഡെല്ലാം എടുത്ത് വെച്ച് കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടി. ഒന്നാമത് നെയ്യിലിറച്ചിയാണ്, നെയ്യിലിറച്ചിയൊക്കെ റയന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റോജറാണ് നെയ്യിലിറച്ചിയൊന്നും കഴിക്കില്ല, പപ്പക്കും റയനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഒട്ടും ഇഷ്ടമല്ല നെയ്യിലിറച്ചി. പക്ഷേ നമ്മൾ ഇത്രയും ഉരുളക്കിഴങ്ങ് ഇടുമ്പോൾ ആ നെയ്യ് അത് ബാലൻസ് ചെയ്ത് എല്ലാത്തിലേക്കും ആയി കുഴപ്പമുണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒറ്റ പാത്രം കറിയുണ്ട് കേട്ടോ. രാത്രി ഞങ്ങൾ കഴിച്ചിട്ട് കറി ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഈ 2 ഡ്രസ്സ് ഇന്ന് വന്നതാണ് കേട്ടോ. 2 ഫ്ലോപ്പാണ്, 2 ഞാൻ റിട്ടേൺ ചെയ്ത്, ഒരെണ്ണം ബ്ലാക്ക് ഒരെണ്ണം വൈറ്റുമായിട്ട് ഈ ദുഃഖാഴ്ചക്ക് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ സംഭവം കൊള്ളത്തില്ല, 2ഉം തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ AC ഒക്കെ പിടിപ്പിച്ചത് കാണാൻ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പഴയ AC ആയതുകൊണ്ട് അതിൻ്റെ കളർ ഇത്തിരി യെല്ലോ കളറായിട്ടുണ്ട്, അത് പോകണില്ല എന്ന് പണിക്കാർ പറഞ്ഞു. അവരത് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പോകുന്നില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും പപ്പ കിടക്കുന്ന മുറിയിലായിരുന്നു പിന്നെ അതാ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് മുകൾക്ക് ഇരിക്കാനുള്ള റൂമിൽ പപ്പയുടെ AC കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം സർവീസ് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചേക്കണത്. ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്. മറ്റേ പപ്പയുടെ മുറിയിൽ വെച്ച ACക്ക് ഭയങ്കര തണുപ്പാണ്, അത് ഭയങ്കര കട്ട തണുപ്പാണ്. പിന്നെ അതിന് ഇത് എന്താ കറണ്ട് കൂടുതലാകുമെന്നാണ് റിച്ചാർഡ് പറഞ്ഞത്. അതുകൊണ്ടാണ് റിച്ചാർഡിൻ്റെ മുറിയിൽ റിച്ചാർഡ് ഇപ്പോൾ 5 സ്റ്റാറൊക്കെയുള്ള AC വെക്കാമെന്ന് പറഞ്ഞത്. കാരണം അവർക്ക് സ്ഥിരമായിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ. അപ്പോൾ കുടയും പിടിച്ചിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്കാർക്ക് കുട ചൂടി കൊടുത്ത് വെച്ചത് പപ്പയിരുന്ന് അവരുടെ വെയിൽ കൊള്ളാതിരിക്കാൻ, അതാണ് ആ കുടയും പിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ റിച്ചാർഡിൻ്റെ റൂം കേട്ടോ. അപ്പോൾ നമ്മളുടെ റൂബി വന്നവരെ ഞാനും പപ്പ ഇവിടെ കിടന്നിട്ടുണ്ടായിരുന്നത്. റൂബി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് മാറി. അപ്പോൾ റോജർ ഇതിലേക്ക് കയറി. ഇനിയിപ്പോൾ റിച്ചാർഡും ഭാര്യയും വരുമ്പോഴത്തേക്കും റോജർ ഇതിനകത്ത് നിന്ന് മാറും, റിച്ചാർഡാണ് ഇതിനകത്ത് കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന്. നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക്